ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഞണ്ട് റോസ്റ്റ് റെസിപ്പി ആയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഞണ്ട് കട്ട് ചെയ്ത് നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. ഇത് വാങ്ങിയപ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് വാങ്ങിയത്. മുഴുവനായിട്ടുള്ള ഞണ്ടാണെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ തോട് പൊളിച്ചതിന് ശേഷം ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിൻ്റെ കാല് നമുക്ക് കൈ കൊണ്ടോ സിസേഴ്സ് കൊണ്ടോ കട്ട് ചെയ്ത് കളയാം. പിന്നെ അതിൻ്റെ പല്ലിൻ്റെ ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിലൊന്നും മുള്ളു കൊള്ളാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം. നെക്സ്റ്റ് ബാക്കി കാലുകളുടെ എല്ലാം മാംസമില്ലാത്ത ഭാഗമൊന്നും ആവശ്യമില്ല, അപ്പോൾ അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെ എല്ലാ ഞണ്ടുകളും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിത് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് വെള്ളം മാറ്റി നന്നായി ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതാ ഇവിടെ എല്ലാം നന്നായി ഒരു 4 പ്രാവശ്യം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് നമുക്ക് ഞണ്ട് റോസ്റ്റ് റെസിപ്പി തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ തയ്യാറാക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക്, പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി, പിന്നെ ഒരു 10 വെളുത്തുള്ളി, ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതുപോലെ പേസ്റ്റാക്കി എടുത്താൽ മതിയാവും. നെക്സ്റ്റ് നമുക്ക് സവോള കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 5 മീഡിയം സൈസ് സവോളയാണ് വേണ്ടത്. വലിയ സവോളയാണെങ്കിൽ 4 എണ്ണം മതിയാവും. ഞാനിവിടെ ചെറിയ സവോള ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ 6 സവോളയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് സവോള വഴറ്റാനായിട്ട് ആവശ്യമുള്ള ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ആഡ് ചെയ്ത് 1 മിനിറ്റോളം നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. നെക്സ്റ്റ് അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. നെക്സ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്യാം. നെക്സ്റ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 3-4 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സവോള നന്നായി വഴഞ്ഞു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, ഇവയെല്ലാം ചേർത്ത് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായി ഇളക്കി വഴറ്റിയെടുക്കേണ്ടതാണ്. നെക്സ്റ്റ് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ച സ്മെല്ലെല്ലാം മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് 2 വലിയ തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് തക്കാളി എല്ലാം നന്നായി കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം.
ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടതില്ല. ആവശ്യമാണെങ്കിൽ മാത്രം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ചേർക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് വെന്ത് കിട്ടുന്നതാണ്. ഇടയ്ക്ക് തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ വെള്ളമെല്ലാം വറ്റി നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അര സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും അര സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.